ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. എൻ്റെ പേര് ഡോക്ടർ പ്രിറ്റിദാസ്. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. സ്ഥലം മുതുകുളം, കായംകുളം. ആദ്യത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യമാണ്. കല്യാണത്തിനാണ് ആദ്യത്തെ ഞങ്ങളുടെ സാക്ഷ്യം. ഇന്നലെയാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 2017 എൻ്റെ കസിൻ്റെ കൂടെ വന്നതാണ്. ശരിക്കും ഞാൻ വെളിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഡൽഹിയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് കേരളത്തിലെ പള്ളീനെ പറ്റിയൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അപ്പം എൻ്റെ കസിൻ അവരൊക്കെ ഓൾറെഡി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ പള്ളിയിൽ പോകാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന ആളാണ്. അപ്പം അങ്ങനെ ഇവളുടെ കൂടെ വന്നു. ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് അത്രയും ഞങ്ങൾ ശരിക്കും ഓർത്തഡോക്സ് സഭയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഈശോൻ്റെ അടുത്ത് പറഞ്ഞ് മാത്രമേ ശീലമുള്ളൂ എനിക്ക്. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് ആ മാതാവിൻ്റെ രൂപം, മാതാവിൻ്റെ ഇവിടെ സിൽവർ ഗ്രേയിലുള്ള രൂപം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നി. ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ അറിയത്തില്ല. അത്രയും സ്നേഹം തോന്നിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പപ്പായ്ക്ക് ആ സമയത്ത് സ്ട്രോക്ക് വന്നായിരുന്നു. സ്ട്രോക്ക് വന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. സെൻസറി മോട്ടർ ജസ്റ്റ് ഒന്ന് എഫക്റ്റ് ആയിട്ട് അങ്ങ് റിവൈവായി. പക്ഷേ ആൾക്ക് പിന്നെയും വരുമോ എന്ന് പറഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ പപ്പ സെക്കൻഡറാബാദിലായിരുന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ BAMS കഴിഞ്ഞിട്ട് നിൽക്കുക. എനിക്ക് PG വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് 3 മാസം ആയതേ ഉള്ളായിരുന്നു. അപ്പം ഞാനിവിടെ നിന്നിട്ട് പറഞ്ഞ് എനിക്ക് കൗമാരം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിനകത്ത് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ഉണ്ട്. അതിനകത്ത് PG കിട്ടിയാൽ കൊള്ളാം. അതാണെങ്കിൽ ആക്ച്വലി PG കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഭയങ്കര പെട്ടെന്നായിരിക്കും, ബാക്കിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് ഞാൻ ഈ സംഭവം അങ്ങ് വിട്ട്. കൗമാരത്തിനകത്ത് PG സീറ്റ് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഒരു 10-15 റാങ്കിൻ്റെ ഉള്ളിൽ വന്നാൽ ഓൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസിനകത്ത് വന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ശരിക്കും ഇത് കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ സെക്കൻഡറാബാദിൽ പപ്പായുടെ അടുത്ത് പോയി. പരീക്ഷയ്ക്ക് ഒരു 5 ദിവസം മുന്നേ നാട്ടിലോട്ട് വരുന്നത്. നാട്ടിൽ വന്നിട്ട് ജസ്റ്റ് പരീക്ഷ അറ്റൻഡ് ചെയ്ത് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. കാര്യമായിട്ട് പറയാം, ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ ഓൾ ഇന്ത്യ റാങ്കിനകത്ത് 916 കേരള റാങ്ക് 212 ആയിരുന്നു റാങ്ക്. അപ്പോൾ ഞാൻ അടുത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കാം. ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, ഡ്രോപ്പും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫുൾ എല്ലാം സെറ്റാക്കി, ടൈം ടേബിളൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് PGD എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് വരുന്നു. അതിനകത്ത് ഇങ്ങനെ അലോട്ട്മെൻറ്റാണ്. ഞാൻ BAMS ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്തു നിന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പം എനിക്കിങ്ങനെ മെറിറ്റ് സീറ്റ് ഇങ്ങനെ പഠിച്ച ശീലമായത് കാരണം കൊണ്ട് എനിക്കിങ്ങനെ എയ്ഡഡും പ്രൈവറ്റിനകത്തും പഠിക്കുന്ന ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇത് നോൺ സ്റ്റൈഫൻട്രി ആയിട്ടാണ് ഇത് വരുന്നത്. നോൺ സ്റ്റൈഫൻട്രി വന്നപ്പോൾ എനിക്കിത് എടുക്കണോ വേണ്ടയോ എന്ന് അറിയത്തില്ല. അപ്പോൾ അമ്മയും എൻ്റെ ടീച്ചേഴ്സിനെയും ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു 2-3 സബ്ജക്ട്സ് പറഞ്ഞ് അത് കിട്ടിയെങ്കിൽ എടുക്ക്, കുഴപ്പമില്ല, നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഓപ്ഷൻ ഞാൻ കൗമാരം കൊടുത്ത്, ബാക്കി 2-3 ഞാൻ കൊടുത്ത്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഗവൺമെൻറ് ആയുർവേദ കോളേജ് ട്രിവാൻഡ്രത്ത് കൗമാരത്തിൽ PGD എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തു. 2 വർഷത്തെ കോഴ്സായിരുന്നത്. ആദ്യം നോൺ സ്റ്റൈഫൻട്രി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് കോവിഡ് കാലമൊക്കെ വന്നു. നന്നായിട്ട് ഡ്യൂട്ടി എടുത്തു, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. പക്ഷേ ശരിക്കും ഞാൻ ആ കോളേജിൽ തന്നെ BAMS എനിക്ക് 20,000 വെച്ച് സ്റ്റൈഫൻഡ് കിട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് PG സെയിം 1 വർഷത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പാരലായിട്ട് അലോപ്പതിയിലും PGD ഉണ്ട്. സ്റ്റൈഫൻട്രി സീറ്റ്സാണ്. ഇത് ആദ്യമായിട്ട് തുടങ്ങിയത് കാരണം കൂടി ഇതിനില്ല. അപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 വർഷം സെക്രട്ടേറിയറ്റിലൊക്കെ കയറി ഇറങ്ങി. ഞാൻ എൻ്റെ ഓൾ കേരള PGD പ്രസിഡൻ്റ് ആയിരുന്നു. അങ്ങനെ സെക്രട്ടേറിയറ്റിൽ കയറി ഇറങ്ങി കുറേ ഫയൽസ് ഇങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നത്. കുറേ വട്ടം റിജക്റ്റായി. ലാസ്റ്റിൽ ഞങ്ങൾ പോയ സമയത്ത് ഇത് നമ്മുടെ സെക്രട്ടറീസിന്, ആയുഷ് സെക്രട്ടറീൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തോമസ് ഐസക് സാറിൻ്റെ അടുത്ത് വരെ എത്തി ഫയൽ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പെട്ടെന്ന് റിജക്റ്റായിട്ട് താഴോട്ട് പോയി. അപ്പം ശരിക്കും എനിക്ക് സങ്കടം വന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് കിട്ടുന്നില്ല, ഇത്രയും ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു സെൽഫ് റെസ്പെക്റ്റിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ മിക്കവാറും കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ അനിയത്തിയുണ്ട്. അനിയത്തി ആൻറ്റി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ്. ആൾ ശരിക്കും ആ സമയത്തിരുന്ന് പ്രാർത്ഥിച്ച്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തെ പറ്റി ആ സമയത്ത് ഒന്നും അറിയത്തില്ല. ഞാൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ആൻറ്റി പ്രാർത്ഥിച്ച് വിത്തിൻ സെക്കൻഡ്സ്, ഇത് കമ്പ്യൂട്ടർ ആയത് കാരണം കൊണ്ട് മിനിസ്റ്റർ ലെവലിൽ നിന്ന് ഫയൽ താഴെ പോകാൻ വിത്തിൻ സെക്കൻഡ്സ് താഴോട്ട് പോകുന്നത്. ഈ സംഭവം പടപടാ താഴെ എത്തി ഫയൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ മിനിസ്റ്റർ ലെവലിലോട്ട് ഈ ഫയൽ പോകുന്നു. അത് നമ്മുടെ സ്റ്റൈഫൻഡ് അപ്രൂവ്ഡായി. നമുക്ക് 40,000 വെച്ചിട്ട് സ്റ്റൈഫൻഡ് കിട്ടി. ഇത് കൃപാസനത്തിൻ്റെ ഈ പ്രാർത്ഥന കാരണം കൊണ്ട് മാത്രം കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 5 പേര് അതിന് അത്രയും കഷ്ടപ്പെട്ട് നിന്നിട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ എത്ര പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ അത്രയും യൂസ് ചെയ്തിട്ട് താഴോട്ട് പോയ സാധനം ആൻറ്റി പ്രാർത്ഥിച്ചിരുന്ന എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു ആ സമയത്ത് എന്തോ നടന്നത്. അമ്മ ആരെയാണ് വിളിച്ചു പറഞ്ഞത് ഒന്നും അറിയത്തില്ല.
ഇത് ഞാൻ പിന്നെ ശരിക്കും ആ സമയത്ത് ഇങ്ങനെ ആൻറ്റി പ്രാർത്ഥിച്ചിരുന്നു, ആ കൃത്യം സമയത്ത് ഫയൽ മുകളിലോട്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേർച്ച ഇവിടെ കൊണ്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റൈഫിനകത്തു നിന്ന് നേർച്ച കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആദ്യത്തെ എൻ്റെ അനുഭവം. പക്ഷേ കൃപാസനത്തിനെ പറ്റി ആ സമയത്ത് ഞാൻ വലിയ ബോധേഡ് അല്ല. എനിക്ക് പള്ളിയുടെ പേരറിയത്തില്ല, അത് ഏറ്റവും വലിയ ഇതിനകത്ത് സംഭവം. കാരണം ഞാൻ വെളിയിൽ പഠിച്ചൊരാളായതുകൊണ്ട് എനിക്ക് ജസ്റ്റ് ഒരു പള്ളി മാത്രം ഇത്. അപ്പം എൻ്റെ PGD-യുടെ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം തീരുന്നത് January 4th ഇങ്ങനെ എക്സാം തീരുന്നത്. അത്രയും നാൾ വരെ ഞാൻ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണ്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കെട്ടത്തില്ല ആരെന്ത് പറഞ്ഞാലും. എന്ന് പറഞ്ഞാൽ കാര്യമെന്ന് പറഞ്ഞാൽ ഒന്ന് എൻ്റെ വീട്ടിൽ ഭയങ്കര നല്ല പപ്പായ അമ്മയുടെ റിലേഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ലതാണ്. പക്ഷെ ഞാൻ അത്യാവശ്യം കൗൺസിലിംഗ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ ഇങ്ങനെ അനുഭവങ്ങളും പിന്നെ നമ്മൾ ഈ ന്യൂസിനകത്ത് കേൾക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായി. ഇപ്പം നമ്മൾ കെട്ടി എന്തെങ്കിലും പ്രശ്നമായിപ്പോയെങ്കിൽ എന്ത് ചെയ്യും, ഭയങ്കര പ്രശ്നമാണ് അതൊക്കെ. ആൾക്കാരെ വിശ്വസിക്കാൻ ഒരു പേടിയാണ്. അപ്പം അങ്ങനെയായിട്ടിരുന്നപ്പം ഈ എൻ്റെ പരീക്ഷ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കല്യാണാലോചന വന്ന്. കല്യാണം ഉറപ്പിച്ചിട്ട് ആൾ തിരിച്ച് എനിക്ക് ശരിക്കും ഗൾഫിലും വെളിയിലത്തെ ആൾക്കാരൊന്നും കെട്ടണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല, കാശിൻ്റെ പുറകിൽ പോകുന്നൊരു സ്വഭാവവും ഇല്ല. അപ്പം ഈ എല്ലാവരും ഞാൻ നോക്കിക്കൊണ്ടിരുന്ന കേരളത്തിൽ ഏതെങ്കിലും കുഞ്ഞു ജോലിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കങ്ങ് ജീവിച്ചു പോകാം, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ നടന്നൊരാളാണ്. അപ്പം പെട്ടെന്ന് ഈ ഒരു കല്യാണത്തിൻ്റെ വരുന്നു, ആൾ വെളിയിലാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ ഇവർ പറഞ്ഞു, നീ എപ്പോഴും ഇങ്ങനെ കാണിക്കും, മോശമല്ലേ, എന്താണെങ്കിൽ പപ്പായ്ക്കും അമ്മയ്ക്കൊക്കെ ടെൻഷൻ വരുന്നു, നീ സമ്മതിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആരെങ്കിലും ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു കെട്ടണമല്ലോ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ കാര്യത്തിൽ സമ്മതിച്ച്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ നോക്കിയിരുന്നത് അത്യാവശ്യം ഞങ്ങൾ ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത വീട്ടുകാർ. എൻ്റെ പപ്പ ആർമിയിൽ നിന്ന് സുബേദാർ മേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്. പിന്നെ എൻ്റെ പേരിൻ്റെ മുന്നേ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു എൻഷലും ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് കാശ് കുറേ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആളായിരുന്നു. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ശരിക്കും ആരെങ്കിലും കെട്ടണമെന്ന് വെച്ചിട്ട് എൻ്റെ അക്കോർഡിങ് ഇങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത് മുന്നേലത്തെ കാലത്ത് എല്ലാവരും നന്നായിട്ട് നടക്കുന്നത്, ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അങ്ങനെ ശരിക്കും ഇങ്ങനത്തെ ഒരാൾ വന്നു, കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് പറഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ആൾ വരും, കെട്ടിക്കോ, ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച ഇത് ഉറപ്പിച്ചിട്ടൊക്കെ പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെയും കാണാനില്ല, ആളുടെ വീട്ടുകാരെയും കാണാനില്ല. ഒന്നേ എനിക്ക് വിശ്വാസമില്ല ഈ കല്യാണം എന്ന് പറഞ്ഞ സംഭവം. ഒന്നേ എൻ്റെ മനസ്സിലുണ്ട് ഭയങ്കരമായിട്ട് ഇവരെല്ലാം ഫ്രോഡാണ്. അപ്പോൾ ഭയങ്കര ഇങ്ങനെയായിട്ടിരുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ സംഭവം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാര്യം വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ജീവിതത്തെ ആകെ പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ഞാൻ വേണ്ടാത്ത ലൈൻ അടിക്കാൻ പരിപാടി ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഈ എൻ്റെ പേരിൻ്റെ മുന്നിൽ ഞാൻ ജീവിതകാലം മൊത്തം കഷ്ടപ്പെട്ടിട്ട് ഡോക്ടറിന് പേരെടുത്തത് കാരണം കൊണ്ട് ഒരാൾ നമ്മുടെ അടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ ആൾക്കാർ ഈ കാശ് വെച്ചിട്ട് നോക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അത്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. ആര് പറഞ്ഞാലും ഞാൻ അവരെ കേൾക്കത്തില്ല, ഭയങ്കര സങ്കടമായി. അങ്ങനെ എനിക്കറിയത്തില്ല എവിടെ നിന്നാണ്, എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് കൃപാസനത്തിലോട്ട് വരണമെന്ന് എനിക്ക് തോന്നി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ, കൃപാസന ആലപ്പുഴയിലാണെന്ന് എനിക്കറിയാം, എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വെളിയിൽ പഠിച്ചത് കാരണം കൊണ്ട് നേരെ ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഗൂഗിൾ മാപ്പ് കൃപാസനം എന്ന് പറഞ്ഞിട്ട് നോക്കുക ചെയ്തത്. എനിക്ക് പക്ഷേ കിട്ടിയത് കൃപാസനത്തിൽ അച്ഛൻ്റെ ധ്യാനമാണ് കിട്ടിയത്. എന്തുവാണെന്നറിയത്തില്ല, ധ്യാനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം. പിന്നെ ഞാൻ ഇവിടെ വരുന്നു, അമ്മയുടെ കൂടെ പ്രാർത്ഥിച്ച് ഭയങ്കര സമാധാനം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു, നമ്മളെ എറണാകുളം ഭാഗം തൊട്ടിട്ട് നമ്മുടെ കോട്ടയം വെളുവിള എല്ലാ പള്ളിയിലും കയറി ഇറങ്ങിയത് കേട്ടോ എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടി. ഇവരെല്ലാവരും കൂടെ സമ്മതിച്ചിട്ടാണ് ഞാൻ ആ കല്യാണം സമ്മതിച്ചത്. അപ്പം അത്യാവശ്യം ഇങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഇവരൊക്കെ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ആ കൃപാസനത്തിൽ വന്നു. ഇവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവിടെ സൈഡിൽ ലാസ്റ്റിലിരുന്നിട്ട് ഞാൻ ഇച്ചിരി കരഞ്ഞ്. എൻ്റെ അമ്മ എൻ്റെ പുറകിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് പോവുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ സബ്ജക്റ്റിന് PG വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ജോലിക്ക് കയറാം. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശരിക്കും കുറേ ആൾക്കാർ വന്നു, ബ്രോക്കേഴ്സൊക്കെ വന്നു, കുറേ മോശമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പനും കല്യാണം കഴിയണമെന്നൊരു ആഗ്രഹമില്ല. 2 വർഷം കഴിഞ്ഞ് ഞാൻ അപ്പനും പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ആര് ചോദിച്ചാലും ഞാൻ പറയും മാതാവ് കൊണ്ടുവരുന്ന ആളെ മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ, അല്ലാതെ ഞാൻ ആളെ കെട്ടത്തില്ലെന്ന്. അപ്പം എല്ലാവർക്കും ഇതൊരു കളിയാക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇതിങ്ങനെ കിടന്നത്. അത് കഴിഞ്ഞിട്ട് ജൂലൈ ഒരു ലാസ്റ്റ് 29 ആയപ്പോഴത്തേക്ക് ആളുടെ ചേട്ടൻ ചാവറ മാട്രിമോണിയലിനകത്ത് രജിസ്റ്റർ ചെയ്തു. ഞാൻ ശരിക്കും 29-ാം തീയതി ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്. ഇട്ട ദിവസം തന്നെ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ച്
കല്യാണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ വെളിയിലുള്ള ആൾക്കാരെ നോക്കുന്നില്ല, ആൾ ക്രൊയേഷ്യയില്ല. അപ്പോൾ ഞാൻ കേരളത്തിലുള്ള ആരെങ്കിലും ആണല്ലോ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കുന്നില്ല. അങ്ങനെ കുറേ ഞാൻ ഒഴിഞ്ഞു പോകാൻ പറ്റുന്നതിന് മാക്സിമം പോയിട്ടുണ്ട്. ലാസ്റ്റിൽ ചേട്ടൻ ഇവർ ഏകദേശം എന്നോട് മൂക്ക് എന്തോ ശരിക്കും നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ദൈവവിശ്വാസം വേണം, കുടിക്കുക വലിക്കുക അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ ചേട്ടൻ ആളെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്നായിട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് സംസാരിച്ച് പിന്നെ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു അടയാളം തരണം, മാതാവ് കാണിക്കുന്ന ആളിത് തന്നെ ആണോ എന്ന്. അങ്ങനെ ചേട്ടൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ എന്നോട് പറഞ്ഞു മോളെ ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസം, ഞാനും ഓർത്തഡോക്സ് തന്നെ, ഞങ്ങൾക്ക് വേറെ ഒന്നിനും വിശ്വാസമില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ ഞാൻ ഭയങ്കര കൃപാസനത്തിന് ഭയങ്കര വിശ്വാസം എനിക്ക്, അപ്പോൾ ഇത് നടക്കത്തില്ലല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ ഞാനും വൈഫും എല്ലാവരും കൃപാസനത്തെ ഉടമ്പടി എടുത്തെന്ന്. അങ്ങനെയാണ് ശരിക്കും 7 മാസം മുന്നേ ഞങ്ങളുടെ കല്യാണം ഉറച്ച്. ഇന്നലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എന്ന് കല്യാണം നടക്കാൻ നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ട് സാക്ഷ്യം പറയുന്നു. പിന്നെ അടുത്തത് സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുറേ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ക്ലിനിക്കിൻ്റെ ത്രൂ ആണ്. ക്ലിനിക്ക് പേഷ്യൻസ് വരുന്ന എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്ന 90% ആൾക്കാർ കൃപാസനത്തെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ അനുഭവം മാത്രമല്ല എൻ്റെ പേഷ്യൻസ് വരുന്ന എല്ലാവരുടെയും അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മിക്കവാറും ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞ് ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പം നമുക്ക് സംശയം വരുമല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ശരിക്കും കേൾക്കുന്നുണ്ടോ, ഇച്ചിരി നമുക്ക് കാലതാമസം വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ അടയാളങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. എൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ക്യാൻഡിൽ സ്റ്റാൻഡിൽ ബ്ലഡിൻ്റെ സ്റ്റെയിൻ വന്നിട്ടുണ്ട്, ക്യാൻഡിലിൽ കുരിശിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഒരു ദിവസം മാതാവിൻ്റെ അടുത്ത് പിണങ്ങിയിട്ട് വന്ന് നാട്ടുകാരെ മൊത്തം ഇഷ്ടം, എന്നെ മാത്രം ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ക്യാൻഡിലിൻ്റെ തിരി കറക്റ്റ് ഹാർട്ട്, നമ്മൾ മറ്റേ ഈ സ്മൈലി ഇടത്തില്ല, അതിൻ്റെ കറക്റ്റ് ഹാർട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോസായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു നേർച്ച വസ്തുക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലിനിക്കിൽ ഇപ്പം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ മെയ് ആകുമ്പോൾ 3 വർഷം അടുപ്പിച്ചായിട്ടുണ്ട്. ഇന്ന് വരെ എനിക്ക് കാശിന് നഷ്ടമോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എൻ്റെ ഇതൊന്നും കഴിവൊന്നുമല്ല. ഞാൻ എൻ്റെ ക്ലിനിക്കിൻ്റെ രാവിലെ ആകുമ്പോൾ തന്നെ മാതാവിൻ്റെ ഉപ്പ് ക്ലിനിക്കിൻ്റെ എല്ലായിടത്തും ഞാൻ ആരും ചവിട്ടാത്ത ഭാഗത്തിടാറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് തന്നെ ക്ലിനിക്കിൻ്റെ എല്ലാം തുടങ്ങുന്നത്. ഇപ്പം മരുന്ന് കൊടുക്കുമ്പോൾ ആ രീതിയിൽ തന്നെ ക്ലിനിക്കിൽ ആരെങ്കിലും പുതുതായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ തോന്നും ഈ മരുന്ന് നമ്മൾ കൊടുക്കേണ്ടത്, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ ഇങ്ങനെ പിന്നെ പത്രം കൊടുക്കുന്ന സമയത്ത് നമുക്ക് മോശമായിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട്. ഇപ്പം ഞാൻ ഒരു മുസ്ലിം ചേച്ചിക്ക് ഒരു പത്രം കൊടുത്തു. അപ്പോൾ അവരെടുത്തിട്ട് പറഞ്ഞു എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്കുണ്ട് ദൈവം. അങ്ങനെ അനുഭവങ്ങളും ഉണ്ട്. ഭയങ്കര നന്നായിട്ട് ആ മോളെ എനിക്കിതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ട്. എന്നാൽ നിറയെ എന്നെക്കൂടി പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കാശായിട്ട് മാത്രമല്ല, ഞാൻ കൗൺസിലിംഗ് ചെയ്യും, ഫ്രീ കൗൺസിലിംഗ് ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റേജ് ഫിയർ ഉള്ള ആളായിരുന്നു ഞാൻ. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ കല്യാണം ആയിരുന്നു, എനിക്കൊരു തരി ടെൻഷനിലായിരുന്നു, ഇപ്പോഴും ഇല്ല. പിന്നെ ഒരു കുഞ്ഞ് ഇത് പറയാം, എനിക്കൊരു ചെടി ഉണ്ടായിരുന്നു. ഞാൻ എന്നെ അമ്മയും പപ്പയും ഡൽഹി പോയ സമയത്ത് അത്യാവശ്യം ക്ലിനിക്കും വീടും എല്ലാം നോക്കേണ്ട കാരണം കൊണ്ട് ഇത് മൊത്തം കരിഞ്ഞു പോയി. അപ്പം ഒരു തണ്ട് മാത്രം വന്നു. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് പപ്പ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം, എന്നോട് പറഞ്ഞ് എൻ്റെ ഇത് കരിഞ്ഞു പോയല്ലോ എന്ന്. അപ്പം ഞാൻ നമ്മുടെ വെഞ്ചരിച്ച് ഉപ്പ് എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് സങ്കടമായിപ്പോയി, എൻ്റെ ഇത് കരിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു 2-3 ദിവസത്തിൽ മൊത്തത്തിൽ പച്ചപ്പ് വന്നിട്ട് നന്നായിട്ട് ആ ചെടി വന്നിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. ശരിക്കും ഇവിടെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇച്ചിരി കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ്സ് വരും. നമ്മളുടെ മുന്നിൽ ഉടായ്പ് കാണിക്കുന്നതിന് അങ്ങ് അറ്റ ആൾക്കാരാണ്, അവർക്കെല്ലാം കിട്ടുന്നുണ്ടായിരിക്കും. ആ ക്ഷമയോടെ വിശ്വസിച്ച് നിന്നാൽ മാത്രം മതി. നമ്മൾ സത്യസന്ധമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് പറ്റിയ ആ തക്ക സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എനിക്ക് കിട്ടിയ ആളിതാട്ടോ. ഓക്കെ, താങ്ക് യു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 62-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. പരിത്യക്തയെന്ന് നീയോ വിജനമെന്ന് നിൻ്റെ ദേശമോ ഇനിമേൽ പറയപ്പെടുകയില്ല. എൻ്റെ സന്തോഷമെന്ന് നീയും വിവാഹിതയെന്ന് നിൻ്റെ ദേശവും വിളിക്കപ്പെടും. എന്തെന്നാൽ കർത്താവ് നിന്നിൽ ആനന്ദം കൊള്ളുന്നു. യുവാവ് കന്യകയെ എന്ന പോലെ നിൻ്റെ പുനരുദ്ധാരകൻ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ എന്ന പോലെ നിൻ്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ഇന്ന് ഡോക്ടർ പ്രിറ്റി ദാസും പ്രതിശ്രുത വരനും ഇവിടെ വന്ന് തങ്ങളുടെ വിവാഹം ഇന്നലെ ആയിരുന്നെന്നും ഇന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഈ മകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണെന്നുമൊക്കെ നമ്മോട് പറയുന്നു. തൻ്റെ വിവാഹത്തിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഈ മകൾ പങ്കുവെച്ചു. തനിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ അമ്മ അടയാളത്തിലൂടെ തനിക്ക് കാണിച്ചു തന്ന് 2 കുടുംബവും ഉടമ്പടി എടുത്തിട്ടുള്ളവരുടെ കുടുംബം തന്നെ. അതുപോലെ തന്നെ തനിക്കൊരു ക്ലിനിക്ക്
പഞ്ചകർമ്മ ക്ലിനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യുവാനും അതിലൂടെ തനിക്ക് ഇന്ന് നഷ്ടമൊന്നുമില്ല. ഏത് ദിവസവും ഏതവസരത്തിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് താൻ തൻ്റെ പേഷ്യൻസിനും അതുപോലെ ക്ലിനിക്കിൽ ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുമൊക്കെ താൻ അങ്ങനെ ചെയ്യുന്നു. ഇന്ന് അതായത് തനിക്ക് ഉടമ്പടി എടുത്തത് മൂലം ഈശോയെക്കുറിച്ച് കൂടി പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ളൊരവസരമായിട്ട് തനിക്ക് തൻ്റെ ശുശ്രൂഷാരംഗം മാറി. ഓരോ അവസരത്തിലും എങ്ങനെയാണ് തൻ്റെ അഡ്മിഷൻ PGയുടെ കാര്യവും അപ്പോഴൊന്നും ഈ മകൾക്ക് അറിയില്ല കൃപാസനത്തെക്കുറിച്ച്. എന്നാൽ അതെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് തനിക്ക് ഓരോന്നിലും വിജയം കൈവരിക്കാനായതെന്ന് ഇന്ന് പ്രിറ്റിദാസ് എന്ന ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. അതുപോലെ തൻ്റെ ജീവിതത്തിലെ ഓരോ അവസരത്തിലും അഡ്മിഷൻ്റെ കാര്യം, പിന്നീട് തനിക്ക് എങ്ങനെയാണ് തൻ്റെ സ്റ്റൈഫൻഡ് അപ്രൂവലായിട്ടൊക്കെ തനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് വന്നത്, താൻ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ തൻ്റെ കോഴ്സൊക്കെ മുമ്പോട്ട് പോവുക, അങ്ങനെ ഓരോന്നും ഇവിടെ വിവരിച്ചു പറയുമ്പോൾ തിരുവചനത്തിൽ നാം കേട്ടതുപോലെ എൻ്റെ സന്തോഷമെന്ന് നീയും നിൻ്റെ ദേശവും അറിയപ്പെടുമെന്നാണ് കർത്താവ് പറയുക. അതായത് ഇന്ന് ഈശോയെ എത്രമാത്രമാണ് ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാനും പകർന്നു കൊടുക്കുവാനുമൊക്കെ കഴിയുന്നത്. അത് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് തന്നെ ഈ മകൾ കാണുകയും തനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുകയും ചെയ്യുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ മാത്രം തനിക്ക് കിട്ടിയതാണിതെല്ലാമെന്ന് ലോകത്തോട് മൊത്തമായിട്ട് ഇന്ന് വിളിച്ചു പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.